ഇന്ന് രാവിലെ കിച്ചണിൽ ജാസ്മിൻ ചെയ്തൊരു കാര്യം കാണുന്നവർക്ക് മുഴുവൻ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കുറേ പേര് ആ വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്, കണ്ടു കാണും. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ ചായ ഉണ്ടാക്കിയിട്ട് അപ്സരയും ജാസ്മിനും കിച്ചണിൽ നിൽക്കുകയാണ്. അപ്പോൾ ചായ ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ജാസ്മിൻ നിന്നിട്ട്. ആ സമയത്താണ് ജാസ്മിൻ ഒന്ന് തുമ്മുന്നത് ചായ എടുക്കുന്ന ആ സ്ഥലത്തേക്ക് നിന്നാണ് ജാസ്മിൻ തുമ്മുന്നത്. അതും ഒരു തവണയല്ല, 2 തവണ തുമ്മുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് അപ്സര ആക്ഷൻ കാണിച്ച വഴിക്ക് തൊട്ടപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു തവണ കൂടി തുമ്മുന്നുണ്ട്. അങ്ങനെ 3 തവണ അവിടെ നിന്നുകൊണ്ട് തുമ്മുന്നുണ്ട്. പ്രത്യേകിച്ച് ചായ ഇങ്ങനെ തിളപ്പിച്ചത് മുന്നിലേ ഇരിക്കുകയാണ്, അതിലേക്കാണ് ഈ 2 തവണ തുമ്മിയതും. അത് കഴിഞ്ഞ് ഗ്ലാസ്സിലേക്ക് ആ ചായ ഒഴിക്കുമ്പോൾ ഇവൾ പറയാണ്, നമ്മളെ കണ്ടിട്ടുള്ളൂ, വേറെ ആരും കണ്ടിട്ടില്ല, പ്രശ്നമില്ല, കുറച്ച് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന്. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ജാസ്മിൻ്റെ അടുത്ത് തോന്നുന്ന വികാരം എന്താണ്? കണ്ടപ്പോൾ നല്ല ദേഷ്യമാണ് എനിക്ക് തോന്നിയത്. മറ്റുള്ളവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന ചായയിലേക്കാണ് അവൾ 2 തവണ തുമ്മിയത് പോരാഞ്ഞിട്ട് പറയാണ്, നമ്മൾ മാത്രമേ കണ്ടുള്ളൂ, പ്രശ്നമില്ല, ആരും അറിഞ്ഞിട്ടില്ല, ഈ കുറച്ച് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന്. ഇത്രയും വൃത്തികേടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? പോട്ടെ, പറഞ്ഞത് പോട്ടെ എന്ന് വിചാരിക്കാം. ആ ചായയാണ് ആ ഹൗസിലുള്ള എല്ലാവർക്കും കൊണ്ടുപോയി കുടിക്കാനായിട്ട് കൊടുക്കുന്നത്. അവൾ തുമ്മി വെച്ച് ആ 2 തവണ തുമ്മിയത് ആ ചായയിലേക്കാണ്. 3ാമത്തെ തവണ തല തിരിച്ചിട്ടാണ് തുമ്മിയത്. ആ തുമ്മിയ ചായയാണ് പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും കൊണ്ടുപോയി കുടിക്കാനായിട്ട് കൊടുത്തത്. ഈ തുമ്മലിൻ്റെ ഈ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും അറപ്പ് തോന്നില്ലേ, വെറുപ്പ് തോന്നില്ലേ? ഇങ്ങനൊരു ചായയാണോ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് കുടിക്കാൻ തന്നത് എന്നുള്ളൊരു ചോദ്യം ഉയരില്ലേ? വീട്ടിലുള്ള ആരും കണ്ടു കാണില്ല, സത്യമാണ്. പക്ഷേ ഇത് പ്രേക്ഷകർ നമ്മൾ കണ്ടിട്ട് ഈ ചായ കൊണ്ടുപോയി വീട്ടിലുള്ള എല്ലാവർക്കും കുടിക്കാൻ കൊടുത്തു എന്ന് പറയുമ്പോൾ പ്രേക്ഷകരായ നമുക്ക് ജാസ്മിൻ ചെയ്ത പ്രവൃത്തിയോട് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. ഭയങ്കര വൃത്തികേടായിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത്. പിന്നത്തെ ആ ഡയലോഗും കുറച്ച് ടേസ്റ്റ് ആയിക്കോട്ടെ എന്നുള്ളൊരു ഡയലോഗും മഹാവൃത്തികേടായി പോയി ജാസ്മിൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മോർണിംഗ് നടന്നൊരു സംഭവമാണ്, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് പറയാനായിട്ട് സമയം കിട്ടിയത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വന്ന് ഇത് വീഡിയോ ചെയ്യുന്നത്.